കെയർ ഓഫ് പേഷ്യൻസ് COP9A. നമ്മുടെ COP 20 സ്റ്റാൻഡേർഡ്സ് ആണെന്ന് അറിയാം. അതിൽ 9ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിലും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലും പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന കെയർ ബണ്ടിൽസ് അല്ലെങ്കിൽ കെയർ കൃത്യമായ ഡോക്യുമെൻറ്റേഷൻസിനാൽ, നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഡോക്യുമെൻറ്റേഷൻസിനാൽ നിജപ്പെടുത്തപ്പെട്ട് അനുസരിക്കപ്പെടണം എന്നതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ നിഷ്കർഷിക്കുന്നത്. സോ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് തോന്നിയ കണക്ക് നമ്മളുടെ പേഷ്യൻസിനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല. അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ഇൻ്റർനാഷണൽ നാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസുകളെ അതുപോലെയോ അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റൈറ്റ് ചെയ്യപ്പെട്ടോ എങ്ങനെയായാലും സാരമില്ല, നമുക്കൊരു റിട്ടൺ ഗൈഡൻസ് ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്? ICU ആൻഡ് HDU പേഷ്യൻസിനെ എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ടത്, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ്, നമുക്ക് ആ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ് ഉപയോഗിക്കാം എന്നതുപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൃത്യമായി പറയുന്നുണ്ട്. നമ്മളുടെ ക്ലിനിക്കൽ പ്രാക്ടീസസ് നമുക്ക് തന്നിട്ടുള്ള നോളജ് ബേസിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിട്ടിക്കൽ കെയറിൽ കാര്യങ്ങളെ മാനേജ് ചെയ്യാം. പക്ഷെ അത് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. സോ COP9A, കെയർ ഓഫ് പേഷ്യൻസ് ഇൻ ഇൻറ്റൻസീവ് കെയർ ആൻഡ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ് ഈസ് പ്രൊവൈഡഡ് ബേസ്ഡ് ഓൺ റിട്ടേൺ ഗൈഡൻസ്. നമുക്ക് ഇതെല്ലായിടത്തും കാണാൻ പറ്റും കേട്ടോ, കുറേ അധികം റിട്ടേൺ ഗൈഡൻസ്. അത് പേപ്പറിൽ തന്നെ എഴുതണമെന്നല്ല എന്നും കൂടെ ഓർക്കണേ. ഗ്രേപ്സിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവിടെ നടക്കുന്ന പ്രൊസീജിയറുകളുടെ സ്റ്റാൻഡേർഡ്സ് ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് ഉപയോഗിക്കാം. ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ് പുതുതായിട്ട് വരുമ്പോൾ നമ്മൾ HRM കാണാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അവരെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടെ കടത്തിക്കൊണ്ട് വരണമെന്നത്. സോ COP9A നമുക്കൊരു ഡോക്യുമെൻറ്റഡ് കെയർ പ്ലാൻ ഉണ്ടാവണം HDUയിലും ICUയിലും.